വെൽക്കം ടു അനദർ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ്. നമുക്ക് ഇപ്പോൾ ഇട്ടേക്കുന്നത് കാലറീസ് എന്ന് പറയുന്നത് 3500 കാലറീസ്. മാക്രോ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ SEO, MyFitnessPal, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഇട്ടേക്കുന്നത് 3500 കാലറീസ്, 427 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 171 to 180 ഗ്രാം പ്രോട്ടീന്, 113 ഗ്രാം ഫാറ്റ്സ്. ഇത്രയുമാണ് ഇട്ടേക്കുന്നത്. അതിൽ ഞാൻ ഡയറ്റായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൊട്ടാറ്റോസ് 350 ഗ്രാമും ഹോൾ എഗ്ഗ് 4. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം, ഞാൻ നേരത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, 3800 കാലറി. അപ്പം ഈസി ആയിട്ട് ഒത്തിരി ടൈം കളയാതെ കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പ് ചെയ്യാം. മാത്രമല്ല എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലെ ഫുഡുകൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സവോളയൊക്കെ വഴറ്റി ഒത്തിരി സാധനങ്ങളൊക്കെ അരിഞ്ഞ് നമുക്ക് ഒത്തിരി ടൈം പോകും. ഒബ്വിയസ്ലി നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുവാണ്, കൂടെ കുക്ക് ചെയ്യാനൊക്കെ ആളുണ്ട്, പെട്ടെന്ന് തീർക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ ഇറ്റ്. കാരണം നിങ്ങളാരും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നവരായിരിക്കത്തില്ല. പക്ഷേ അതേസമയം നിങ്ങൾ അത്യാവശ്യം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഫോളോ ചെയ്യണം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒത്തിരി സമയം കളയാനില്ല ഇതിന് വേണ്ടി, എന്നാൽ മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറേ റെസിപ്പീസ് ആയിരിക്കും ഞാനിപ്പം ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാറ്റോസ് റോ 350 ഗ്രാമും 4 ഹോൾ എഗ്സും. അപ്പം എന്തിൽ തുടങ്ങാം? പൊട്ടാറ്റോസിൽ തുടങ്ങാം. വെയിങ് സ്കെയിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ നല്ല മെലിഞ്ഞുണങ്ങിയിരുന്ന സമയത്ത് ഞാനും ഓർത്തുകൊണ്ടിരുന്നത് ഞാൻ ഇനഫ് കഴിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒത്തിരി വലിച്ചൊരു കഴിക്കുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി കഴിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ എങ്ങനെ കഴിക്കാനാണ്. പക്ഷേ കാലറീസ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡിക്ക് വേണ്ട എമൗണ്ട്, അതായത് എൻ്റെ ഹൈറ്റിന് എൻ്റെ മെറ്റാബോളിസത്തിനനുസരിച്ച് ഞാൻ ഒട്ടും കഴിക്കുന്നില്ല, ഇനഫ് കഴിച്ചുകൊണ്ടേ ഇരുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും എനിക്ക് എപ്പോഴും ഫ്രീസ് ചെയ്യുമായിരുന്നു. അതായത് നാട്ടിലെ അത്രയും ചൂടുള്ള ക്ലൈമറ്റിൽ എനിക്ക് എപ്പോഴും വിറയ്ക്കുമായിരുന്നു, ഫാനൊന്നും ഇടാൻ പോലും പറ്റത്തില്ല, അത്രയും വിറയ്ക്കുമായിരുന്നു. അതായത് ഞാൻ അണ്ടർ വെയ്റ്റ് ആയിരുന്നു, മസിൽസ് എല്ലാം ഭയങ്കര ഡിഫൈൻഡ് ആയിരുന്നു, പക്ഷേ ഞാൻ അണ്ടർ വെയ്റ്റ് ആയിരുന്നു, മെലിഞ്ഞുണങ്ങിയാണ് ഇരുന്നത്. അതുപോലെ തന്നെ മിക്കപ്പോഴും തന്നെ പനിയൊക്കെ പിടിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരും പറയും ഇനഫ് കഴിക്കുന്നില്ല, അതാണ് റീസൺ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈവൻ വെയിറ്റ് ലോസിന് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചേ കഴിക്കുന്നുള്ളതെന്ന് പറഞ്ഞാലും നിങ്ങൾ കാലറീസ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇത് വെച്ച് മെഷർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഉരുളക്കിഴങ്ങ്, സാധാ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് 350 ഗ്രാം മെഷർ ചെയ്യണം, മുറിച്ചെടുക്കാനുള്ളൊരു സാധനം. ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ വെയിങ് സ്കെയിലിൽ ജസ്റ്റ് ഈ പൊട്ടാറ്റോസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കും. ഇവിടെ ഇപ്പം നമുക്ക് 350 ഗ്രാംസ് മെഷർ ചെയ്തെടുത്ത റോ വെയിറ്റ് 350 ഗ്രാം പൊട്ടാറ്റോസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു സൈസിൽ, അതായത് ഇതുണ്ടോ, ഈ ഒരു സൈസിൽ നമ്മൾ അരിഞ്ഞെടുക്കും. പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ നടുക്കത്തെ കുറച്ച് പോർഷൻ മാത്രം കുക്കാകാതൊക്കെ വരും. അപ്പം എല്ലാത്തിനും ഈ സൈസിൽ നമ്മൾ അരിഞ്ഞിടും. ഓക്കെ. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കറക്റ്റ് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിടും. അടുത്തുള്ള ഇട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഒരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജനറലി ചെയ്യുന്നത്, ഇത് ഞാനൊരു ഹൈ ഫ്ലെയിമിൽ ഓണാക്കി വെക്കും, അടച്ചും വെച്ചേക്കും. എന്നിട്ട് എൻ്റെ ഫോണിൽ ടൈമറായിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കും. 20 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കും വെന്തോന്ന്. ഒത്തിരി വെന്ത് പോകണ്ട, അതുകൊണ്ടാണ് 20 മിനിറ്റ്സ് കറക്റ്റ് അളവായിരിക്കണം. ഹേയ്
ഞാനിവിടെ പറഞ്ഞപ്പോഴേ ഓട്ടോമാറ്റിക് 20 മിനിറ്റ്സ് വെച്ചോ? ഇല്ല. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ 20 മിനിറ്റ്സ് ഇതിൽ ടൈമർ എടുത്തിട്ട് നമ്മൾ 20 മിനിറ്റ്സ് വെക്കും. അപ്പം അതവിടെ റെഡി ആയിക്കോളും. നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. 20 മിനിറ്റ്സ് ആകുമ്പോൾ നോക്കിയാൽ മതി. ഇനിയുള്ളത് മുട്ടയാണ്. മുട്ട 4 എണ്ണം. പ്രിഫറബിളി നാടൻ മുട്ട തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നിൽക്കുക. മറ്റേതിനേക്കാളും ഹെൽത്തി നാടൻ മുട്ട തന്നെയാണ്. അപ്പം ഒന്നുമില്ല, പാനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് 4 എണ്ണം പൊട്ടിച്ചിടുക. ബേസിൽ കുറച്ച് എണ്ണ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ഇപ്പം നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഒക്കെ ആണ്, നിങ്ങൾക്ക് അടി പിടിക്കത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഗോ വിത്ത് നോ ഓയിൽ. പിന്നെ ഇതെല്ലാം നിങ്ങൾ ഇട്ടേക്കുന്ന പ്ലാൻ പ്രകാരം ഫാറ്റ്സ് എന്തേരെയാണ് അതിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചിക്കന് വേണ്ടിയായിരിക്കും, പക്ഷേ അത് എൻ്റെ ഓവറോൾ കാലറീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ 3500 ആ ഓയിലും പെടുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം കുറച്ച് മുന്നേ മുട്ട പൊരിച്ചിട്ട് കുറച്ച് ഓയിൽ ബേസ് ഇവിടെ കിടപ്പുണ്ടാവും. ഞാൻ ഇനി വേറെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാനിപ്പം ഫ്ലെയിം ഓണാക്കും. എന്നിട്ട് 4 മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഇടും. 4 മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് ബേസിൽ ഏറ്റവും മുകളിൽ ജസ്റ്റ് ഞാനൊരു കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ് ഇപ്പോൾ കാണിക്കാം. ഇവിടെ ഇപ്പം നമുക്ക് വേണ്ട 4 മുട്ട ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഉപ്പ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പെപ്പർ തുറക്കട്ടെ. പിന്നെ പെപ്പർ, അത് മതി. അപ്പോൾ അതായിരിക്കും നമ്മുടെ മീൽ 1 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡി ആകട്ടെ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതാകുമ്പോൾ ഒത്തിരി അടി പിടിക്കാതെ മുട്ട അങ്ങ് ഫുള്ള് വെന്തോളും. നമ്മൾ മറിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ അതവിടെ റെഡിയാകുന്ന ടൈം കൊണ്ട് നമുക്കിനി ബാക്കിയുള്ളത് പ്രിപ്പ് ചെയ്യണം. അപ്പം ഇനി രണ്ടാമത്തേത് എന്തൊക്കെയാണ്? ഇനി ലഞ്ചിന് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ബസ്മതി റൈസും, നിങ്ങൾക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ അത് നിങ്ങളുടെ പ്രിഫറൻസാണ്. കാർബ് മാച്ചാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിന് ഏത് റൈസ് വേണം ചൂസ് ചെയ്യാം. ബസ്മതി റൈസാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് 150 ഗ്രാം റോ വെയിറ്റ്, പിന്നെ ചീര 100 ഗ്രാം. ഇവിടെ ബേബി സ്പിനാച്ച് ആയിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ സാധാ ചീരയാണെങ്കിലും കുഴപ്പമില്ല. സ്പിനച്ച് 100 ഗ്രാം. പിന്നെ ഇതിനകത്തെല്ലാം കൂടെ ഒരു 10 ഗ്രാം ഒലിവ് ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 10 ഗ്രാം ഞാൻ ശരിക്കും ചെയ്യുന്നത് ചിക്കൻ ബ്രസ്റ്റിലോട്ട് തന്നെ മാരിനേഷൻ്റെ കൂട്ടത്തിൽ തന്നെ ആ 10 ഗ്രാം ഒഴിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ 5 ഗ്രാം ചിക്കനിലും 5 ഗ്രാം അല്ലാണ്ട് ജസ്റ്റ് റൈസിൻ്റെ മുകളിൽ ഫൈനലി ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും. നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ നേരം റൈസിൻ്റെ മാത്രം ഞാൻ മെഷർമെൻറ്റ് റോ വെയിറ്റിലല്ല, കുക്ക്ഡ് വെയിറ്റ് ആണ് ഇട്ടേക്കുന്നത്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം റൈസ് കൺസ്യൂം ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പം ഒരു തവണ കുക്ക് ചെയ്ത് വീണ്ടും കുക്ക് ചെയ്ത് അങ്ങനെ ടൈം കളയാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഒറ്റ സെറ്റിൽ തന്നെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 ദിവസം കൊണ്ട്. അപ്പോൾ നാളത്തേക്കും കൂടെ, ഇന്നത്തേക്കൊരു ഹെവി എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കും കൂടെ അത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കുക്ക്ഡ് വെയിറ്റ് എടുക്കുന്നത്. നാനൂറ് ഗ്രാം റൈസ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ നേരെ ഡബിൾ. അതായത് 400 ഗ്രാം റൈസാണ് എടുത്തേക്കുന്നതെങ്കിൽ 800 ഗ്രാം വെള്ളം, അത്രയും വെള്ളം കൊടുക്കണം. ഒന്ന് കഴുകണം. കഴുകിയിട്ട് ആ ഒരു സ്റ്റാർച്ച് പോലെ വരുമല്ലോ, ഒരു വെള്ള കളർ വരുമല്ലോ. നമ്മൾ കഴുകാന്നേരം ഒരു എക്സ്ട്രാ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് നമ്മൾ ഒഴിച്ച് കളയുകയാണെങ്കിൽ റൈസ് അവസാനം ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെ കാര്യങ്ങൾ ഒത്തിരി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കഴുകി കളയുന്നത് നമുക്ക്. പക്ഷേ അടുത്ത പരിപാടിക്ക് പോകുന്നതിന് മുന്നേ നമുക്കവിടെ മുട്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒത്തിരി ഓവർ കുക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിയെടുക്കാം. ഇപ്പോൾ കഴുകി മിച്ചമുണ്ടാകുന്ന വെള്ളമെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 800 ഗ്രാം വെള്ളം അതിലോട്ട് ഒഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി എക്സ്ട്രാ വെള്ളമില്ല, അതായത് ഒഴിച്ച് കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് കറക്റ്റ് എക്സ്ട്രാ വെള്ളമൊന്നും ഇല്ലാതെ അരി മാത്രമായിട്ടങ്ങ് വെന്ത് കിട്ടിക്കോളും. ഓക്കെ, അത് 800 ഗ്രാം വെള്ളമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പൊട്ടറ്റോ ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിൽ അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഹൈ ഫ്ലെയിമറിൽ
ഈ ബേണറിൽ വലിയ ബേണറിൽ ഇത് ഇനി വെക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ബേണറിലോട്ട് ഹൈയിൽ ഇതങ്ങ് മാറ്റി വെക്കാം. 20 മിനിറ്റ്സ് ആകുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ റൈസ് വെച്ചതിൽ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നമ്മൾ തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ പ്രിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് 150 ഗ്രാം റോ വെയിറ്റ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെയിങ് സ്കെയിലിൽ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതായത് എന്തെങ്കിലും സാധനങ്ങൾ ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇത് ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് അങ്ങ് മൈനസ് ആകും. അതായത് മൈനസ് ആയതിനെ നമ്മളിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ, ഞാനിതിവിടെ ഇത് കാണിക്കാം. ഇതിപ്പം ഇവിടെ 0 എന്നല്ലേ കാണുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് മൈനസ് ആയെന്നാണ് അർത്ഥം. ഇപ്പോൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എത്ര വെയിറ്റ് ഉണ്ടെന്ന് കാണിക്കും. ഇപ്പോൾ അതുണ്ടോ 750 ഗ്രാമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്ര വെയിറ്റ് ഉള്ളതെന്ന്. അപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്തുനിന്ന് ചിക്കൻ ഇങ്ങനെ എടുക്കും. അതായത് ഇതിൻ്റെ മുറിച്ച് മാറ്റുമ്പോഴത്തേക്കും ഇവിടെ കാണിക്കും ഇത്ര മൈനസ് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 150 ഗ്രാം ഇങ്ങോട്ട് എടുത്തത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാരിനേഷൻ പരിപാടികളൊക്കെയാണ്. അതിനുവേണ്ടി സിമ്പിളായിട്ട് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഞാൻ ജിഞ്ചർ എപ്പോഴും യൂസ് ചെയ്യും. ജിഞ്ചർ ബോഡിക്ക് നല്ലതാണ്. പിന്നെ വെളുത്തുള്ളിയുടെ ഇതിങ്ങനെ പൊടിയായിട്ട് ഇടും. ഇതിലല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടും യൂസ് ചെയ്യാം. മാരിനേഷൻ നിങ്ങളുടെ പ്രിഫറൻസ്. നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മാരിനേഷൻ ഉണ്ട് നിങ്ങൾക്ക് അത് വെച്ച് തന്നെ പോകാവുന്നതാണ്. ഞാനിത് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് ഇടുന്നേ ഉള്ളൂ. ഇഞ്ചി, ഇത് നേരത്തെ പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ പൊടി, മുളക് പൊടിക്ക് പകരം പപ്രിക്ക തീർന്നെന്ന് തോന്നുന്നു, ഒരു കുറച്ച് മഞ്ഞൾ, നിർബന്ധമില്ല, ഞാൻ ചില സമയത്ത് ഇട്ടായിട്ടെന്നേ ഉള്ളൂ, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ. പക്ഷേ അതിന് മുന്നേ എയർ ഫ്രയറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. എയർ ഫ്രയർ ഞാനിപ്പോൾ അവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റത്തേക്ക് ഓണാക്കി വെക്കും. അതവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിനെ ഞാൻ ചെറുതായിട്ട് ഒന്ന് അടിച്ച് പരത്തും. കാരണം എയർ ഫ്രയറിൽ വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഇത് റബ്ബർ പോലെ ആവും. അപ്പം അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരിയും കൂടി ഒരു ഫ്ലാറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇതിൽ നിന്ന് ജ്യൂസ് ഇറങ്ങിപ്പോകാതെ അങ്ങനെ സ്റ്റേബിളായിട്ട് തന്നെ നിന്നോളും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നമ്മൾ അടിച്ച് പരത്തിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് വാഷ് ചെയ്യണം. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പപ്രിക്ക അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല, ഉള്ള പോലെയൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. ഗാർലിക് മതി, ജിഞ്ചർ, കുറച്ച് മഞ്ഞൾ, കുരുമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ മാരിനേഷൻ കഴിഞ്ഞു. ഇനി ചിക്കൻ ബ്രസ്റ്റ് എയർ ഫ്രയറിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം 10 അല്ലെങ്കിൽ 12 മിനിറ്റ്സേ വെക്കുകയുള്ളൂ. അത് ഒരു ഹാഫ് മിനിറ്റ്സ് ആകുമ്പോൾ, അതായത് 10 മിനിറ്റ്സാണ് വെക്കുന്നതെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്യും. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് യാത്ര ചെയ്യാം. ഇപ്പോൾ എയർ ഫ്രയർ ഉണ്ടാകും അത്യാവശ്യം നമുക്ക് സ്ഥിരം ഇത് വൃത്തികേടായി പോകും ഇതിനകത്ത് നമ്മളെപ്പോഴും ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒത്തിരി കഴുകാൻ നേരം അതിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ ഇളകി വരും. അതൊന്നും ബോഡിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും തന്നെ ഇങ്ങനെ ഒരു ഫോയിൽ അതിനകത്തിറക്കി വെക്കും. ഫോയിൽ അതിന് അകത്തിറക്കി വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ചിക്കൻ ഉണ്ടല്ലോ, ഈ ചിക്കൻ ഇങ്ങനെ ഇട്ട് വെക്കും. എന്നിട്ട് നേരത്തെ നമ്മൾ പൊട്ടാറ്റോസിന് ഇട്ട് വെച്ച ടൈമറില്ലേ, അതുപോലെ നമ്മൾ ഇത് ഇതിനകത്ത് ഇട്ടിട്ട്
ഒരു 10 മിനിറ്റ് ടൈമർ വെക്കും 200 ഡിഗ്രി സെൽഷ്യസിൽ. അതിൽ 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ കമത്തി ഇടുകയും ചെയ്യും. ഇത് നമ്മൾ നേരത്തെ വെച്ച റൈസ് ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പത പോലെ ഇങ്ങനെ മേളിൽ വന്നിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ചിക്കൻ അവിടെ വെച്ച് തിരിച്ച് വന്ന സമയം കൊണ്ട് ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മളിതിനെ മൂടി വെച്ച് ഇതിനെ അടയ്ക്കും. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് തിരിച്ച് വെക്കും. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് തിരിച്ച് വെച്ചിട്ട് ഇതിന് നമുക്ക് ടൈമർ വെക്കാൻ പോകുന്നത് 12 മിനിറ്റ്. 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിന് തീ ഓഫ് ചെയ്തേക്കണം. ഫസ്റ്റ് ടൈമർ പൊട്ടറ്റോടെ അടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിപ്പോൾ തുറന്നിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കും പ്രോപ്പറായിട്ട് വെന്തോന്ന്. ഓക്കെ, വെന്തു, കറക്റ്റ് വേവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ തീ നിർത്തിയിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം. ചൂടുവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് സിങ്കിലോട്ട് കുറച്ച് നേരം ഒരു തണുത്ത വെള്ളം ഇങ്ങനെ തുറന്നു വിടുക. എന്നിട്ട് ഉരുളക്കിഴങ്ങിലെ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുക. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 350 ഗ്രാം പൊട്ടാറ്റോസും 4 ഹോൾ എഗ്ഗും. ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഏറെക്കുറെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടെ മിച്ചമുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ തുറന്നിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഹാഫ് വെന്ത രീതിയിലായിട്ടുണ്ട്. എങ്കിലും ഈ 5 മിനിറ്റും കൂടി ഇരിക്കണം. അപ്പോൾ നമ്മളിതിനെ കമത്തിയിടും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു. ഈ മാരിനേഷൻ ഇട്ടപ്പോൾ ഞാൻ 5 ഗ്രാം ഒലിവ് ഓയിലും കൂടി ഇടേണ്ടതായിരുന്നു. പക്ഷേ ഒലിവ് ഓയിൽ വിട്ടുപോയി. പക്ഷേ നമ്മളത് ടോട്ടൽ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഈ മീൽ ഫുള്ള് പ്രിപ്പ് ചെയ്യുമല്ലോ. ആ റൈസും ചിക്കനും എല്ലാം കൂടെ അതിനകത്തോട്ട് നമ്മളിടും. അപ്പം ഇത് ഇനി 5 മിനിറ്റും കൂടെ അവിടെ കിടക്കട്ടെ. അങ്ങനെ ചിക്കൻ റെഡി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ലഞ്ച് ചിക്കൻ ഹാഫ് ആണ്. റൈസും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അധികം താമസിക്കാതെ തന്നെ അത് ഞാൻ ഒരു പാത്രത്തിൽ സെറ്റാക്കി കാണിക്കാം. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സ്നാക്ക്. അതായത് ഞാൻ ജോലിക്ക് പോകാൻ നേരം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കും, ലഞ്ച് ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വലിയൊരു ഗ്യാപ്പുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് അന്നേരമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ഉച്ച ഒരു എന്നാ പറഞ്ഞത് ഞാൻ 2:30 ആകുമ്പോഴായിരിക്കും കഴിക്കുന്നത്. 12:30 ലഞ്ച് ബ്രേക്കെങ്കിലും ഞാൻ ബ്രേക്ക് എടുക്കുന്ന ഒരു 2 o'clock ആ ടൈമൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പാണ്. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഫുഡ് എടുക്കണം. അപ്പോൾ അതിന് ഞാൻ നോക്കിയിട്ട് ബ്രേക്ക് ടൈമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും കുടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഷെയ്ക്കാണ് ഞാനതിൽ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഷെയ്ക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എവിടെ എൻ്റെ ഒരു ഷേക്കർ ബോട്ടിൽ നമ്മുടെ ഏറ്റവും ഫേവററ്റ് സാധനത്തിൽ നമ്മൾ വീണ്ടും അതായത് വെയിങ് സ്കെയിലിൽ നമ്മൾ വെച്ചിട്ട് 60 ഗ്രാം ഓട്സ്, ഇതിനകത്തോട്ട് വെയ് പ്രോട്ടീൻ മെഷർ ചെയ്താണ് ഇടുന്നത്. ഒരു സ്കൂപ്പ് എന്നല്ല ഇടുന്നത്, 20 ഗ്രാംസേ ഇടുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള എൻ്റെ എല്ലാ ഫുഡിൽ നിന്നും ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതിനിടയ്ക്ക് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചോയ്സിൽ മാത്രമേ ഞാൻ സപ്ലിമെൻറ്റ്സ് റിലേ ചെയ്യാറുള്ളൂ. ഐ മീൻ വെയ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. അപ്പം ഇത് ഒരു 20 ഗ്രാം മാത്രം മെഷർ ചെയ്തിടുന്നു. ഉള്ളൂ. പത്തൊമ്പത് നിൽക്കുക അങ്ങ്. അപ്പോൾ അത് 20 ഗ്രാം വേ പ്രോട്ടീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പം പഴം ഞാൻ ഇടുന്നത് 150 ഗ്രാംസ്. പക്ഷെ അത് ഇച്ചിരി കൂടി പോയാലും ഞാനതങ്ങ് എൻ്റർ ചെയ്ത് ബാക്കി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കഴിക്കാനുള്ള കാർബ് സോഴ്സിൽ നിന്ന് മൈനസ് ചെയ്യും. പഴത്തിൽ അത് ഓൾമോസ്റ്റ് 100 ഗ്രാമുണ്ട്. ഇതും കൂടി ഇട്ട് കഴിയുമ്പം ഇത് 150 ആയിരുന്നു, 180 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് കൂടുതലും കാർബ് സോഴ്സാണ് വരുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എനിക്കിനി സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇച്ചിരി മൈനസ് ചെയ്യും.
ഇതിപ്പോൾ 180 ഗ്രാം ബനാന. ഇനി എന്നൊക്കെയായിരുന്നു? ഓട്സ് ഇട്ടു, ബനാന ഇട്ടു, വേ പ്രോട്ടീൻ ഇട്ടു. ഇനി പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ആൽമണ്ട് ബട്ടർ, ഗുഡ് ഫാറ്റ്സിന് വേണ്ടി. നേരത്തെ പറഞ്ഞ പോലെ വെച്ചു, മൈനസ് ചെയ്തു, ഇപ്പോൾ 0 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് ഞാൻ കോരിയെടുക്കുന്നതിൻ്റെ വെയിറ്റ് ഇവിടെ മൈനസ് ആയിട്ട് കാണിക്കും. ഒരു 40 ഗ്രാമാണ് നമ്മുടെ പ്ലാനിലുള്ളത്. ഇതാ അത് 21 ഗ്രാം, 31 37, 38, കളഞ്ഞ് താഴെ കളഞ്ഞ്. ഇപ്പോൾ കറക്റ്റ് 40 ഗ്രാമായി. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിനകത്തോട്ട് വെറും പച്ചവെള്ളം നമ്മൾ ഒഴിക്കുന്നു. പച്ചവെള്ളം ഒഴിച്ച് ഞാനൊരു ഈ ലെവലിൽ ഞാൻ നിറയ്ക്കും. വെള്ളം ഒഴിച്ച് നിറച്ചു. ഇനി ഇതിന് നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്ന എൻ്റെ സ്നാക്ക് എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് കഴിക്കുന്ന മീൽ. അപ്പം ഈ കാണുന്നതാണ് മീൽ നമ്പർ 2. റൈസിൻ്റെ ടൈമർ അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ തുറക്കത്തില്ല, കാരണം ഇനി അത് കുറച്ചും കൂടെ വേകാനുണ്ട്. 12 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നത്, നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് 20 മിനിറ്റ്സ് തുറക്കാതെ വെക്കും. 15 to 20 മിനിറ്റ്സ്. കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ തുറക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളം ഒട്ടുമില്ല, ഫുള്ള് വറ്റി പ്രോപ്പറായിട്ട് റൈസ് മാത്രമായിട്ട് ഉണ്ടാകും. അന്നേരം നമ്മൾ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. പിന്നെ അത് ഇരുന്നങ്ങ് ഒട്ടരുത്, അതിനു വേണ്ടി. അപ്പോൾ ഇനി 20 മിനിറ്റ്സ് നമ്മൾ ടൈമർ ഓണാക്കി വെക്കും. ഇപ്പം നെക്സ്റ്റ് മീലെന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എത്ര മീലായി? ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊട്ടറ്റോയും എഗ്ഗും ആയി, സ്നാക്കിന് നമ്മുടെ ഷെയ്ക്കായി, ലഞ്ചിന് വേണ്ടി റൈസ് ഇപ്പോൾ റെഡിയാകും. അവിടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചിക്കന് 10 മിനിറ്റിലുള്ളതുള്ളൂ, അതിപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കാണിക്കാം. ഇതുണ്ടോ ചിക്കൻ ബ്രസ്റ്റ്, അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയുള്ളതെന്ന് പറയുന്നത് പ്രീ വർക്കൗട്ടാണ്. പ്രീ വർക്കൗട്ട് മീലിലും നമ്മൾ റൈസ് കുക്ക്ഡ് കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൈസ് ഓൾറെഡി വെച്ചല്ലോ, അപ്പോൾ റൈസിന് വേറെ വെക്കേണ്ട കാര്യമില്ല. റൈസ് അതിൽ നിന്ന് തന്നെ ബാക്കി ഇനി നമ്മൾ പ്രീ വർക്കൗട്ടിനുള്ളത് എടുക്കത്തേ ഉള്ളൂ. പക്ഷേ പ്രീ വർക്കൗട്ടിന് നമ്മൾ കൂടെ കഴിക്കുന്നത് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടും ഗുഡ് ഫാറ്റ്സ് ആയിട്ടും എടുക്കുന്നത് സാൽമണാണ്. ഞാൻ കഴിക്കുന്നത് സാൽമണാണ്. അതായത് 150 ഗ്രാം റോ വെയിറ്റ് ആണ് ഞാൻ സാൽമൺ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി സാൽമൺ പ്രിപ്പ് ചെയ്യാം. പിന്നെ ഡിന്നറിന് വേണ്ടി നമുക്കുള്ളത് സ്വീറ്റ് പൊട്ടറ്റോയും സ്റ്റേക്കുമാണ്. അപ്പം അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് സാൽമൺ. അതിനു മുന്നേ ഇതൊന്ന് കഴുകട്ടെ. നിങ്ങളിതുപോലെ വീഡിയോ ഒന്നും എടുക്കുകയല്ല, അത്യാവശ്യം കയ്യിൽ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അണ്ടർ 1 hour എല്ലാം പ്രിപ്പ് ചെയ്ത് തരും. പ്രത്യേകിച്ച് എയർ ഫ്രയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഭയങ്കര ഹെൽത്തിയാണ്, നമ്മളെ സംബന്ധിച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇനി നമ്മുടെ സാൽമൺ പുറത്തു വരാൻ സമയമായി. സാൽമൺ
150 ഗ്രാംസാണ് എടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്തെടുക്കും. ഫുൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഹാഫ് സൈഡ് ആയിട്ട് ഞാൻ ഫുള്ള് സാൽമൺ മേടിച്ചിട്ടുണ്ട്. ഹാഫ് സൈഡായിട്ട് ഫുള്ള് സാൽമണോ. അപ്പോൾ ഇത് ഈ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കട്ടെ. 130. താഴെ കളഞ്ഞ്. $150 ആയിരുന്നു എടുക്കേണ്ട, $180 വന്നു. അതിനെ ഇനിയും ചെറുതാക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു പീസ് നാളെ കൊണ്ട് തീർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 180 ഗ്രാം ഇരിക്കട്ടെ. അപ്പോൾ ഈ കാണുന്നത് ഇതാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്ന സാൽമൺ, 180 ഗ്രാം. ഇതിൽ ആ പടം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പുറകിൽ മറ്റേ ഫിൻസും മറ്റേ സ്കെയിൽസ് അങ്ങനെ പറയുന്ന സാധനമില്ലേ, നമ്മുടെ ചെതുമ്പല് ആ സാധനങ്ങളെല്ലാം അതുണ്ട്. അപ്പോൾ അത് മാത്രം ചരണ്ടിക്കളയണം. അതില്ലാതെയും കിട്ടും, പക്ഷെ അതിന് ഇച്ചിരിയും കൂടി വില കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഫുഡുകൾ കഴിക്കുമ്പം നമുക്കൊരു ബഡ്ജറ്റ് വേണമല്ലോ. അത് ക്രോസ് ചെയ്യാതെ നോക്കാൻ വേണ്ടി ഒത്തിരി ക്രോസ് ചെയ്ത് പോകണ്ട. അപ്പോൾ നമുക്ക് അനാവശ്യമായി ഒത്തിരി ചിലവുകൾ വരും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് താഴെ ഇതിൻ്റെ ഇതുണ്ടോ, ഇങ്ങനെ അങ്ങ് ഇളകി വരും. ഓക്കെ, ഒരു ഫിഷായി. ചെറിയ പാത്രം എടുക്കാൻ മാറ്റി വെക്കാൻ. ഇനി ഇത് ഫുള്ളൊന്ന് കളഞ്ഞിട്ട് ഞാൻ കഴുകിയിട്ട് വരാം. ഇനി ഫിഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്കിന്നിൻ്റെ ഈ സൈഡ് മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ മാത്രമായിരിക്കും മാരിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഈവൻ ചിക്കൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. വേറെ എക്സ്ട്രാ ഓയിലോ അങ്ങനെയൊന്നും ഇല്ലാതെ നിങ്ങൾ കുക്ക് ചെയ്യാൻ നോക്കുക. ബാക്കി എന്ത് വേണമെങ്കിൽ മാരിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിഷിന് നല്ല മാരിനേഷൻ ഓൾറെഡി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ വെക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ഈസിനെസ്സിന് വേണ്ടി ഞാൻ വെറുതെ നേരത്തെ നമ്മളിട്ട് അതേ സാധനങ്ങൾ തന്നെ ചിക്കന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇട്ടോ, ഉപ്പ്, കുരുമുളക്, കുറച്ച് മഞ്ഞൾ, ഇഞ്ചിയാണ് എൻ്റെ മെയിൻ. ഇഞ്ചി, ഗാർലിക്ക്, പപ്രിക്ക ഞാൻ പറഞ്ഞ പോലെ തീർന്നു. എങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാം. എന്തൊക്കെയോ വീണു. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട്, നേരത്തെ ചിക്കൻ എങ്ങനെയാണ് എയർ ഫ്രയറിൽ വെച്ചത് അതുപോലെ തന്നെ, പക്ഷേ ഒറ്റ വ്യത്യാസം, ടൈമർ എന്ന് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ്സ്, എക്സാക്ട്ലി 12 മിനിറ്റ്സ്. അതിനിടയ്ക്ക് മറിച്ചിടുന്നൊന്നുമില്ല. ഇതിങ്ങനെ ഈ ഒരു സൈഡ്, സ്കിന്നിൻ്റെ സൈഡ് ഞാൻ, അതായത് എയർ ഫ്രയറിൽ കിടക്കുന്ന രീതി, ഇതിങ്ങനെ മേളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങനെ 12 മിനിറ്റ് കഴിഞ്ഞ് അന്നേരം തുറക്കുള്ളൂ. മറിച്ചിടുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇത് ചിക്കൻ ഇട്ട പോലെ തന്നെ നമ്മൾ ഫോയിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതിന് നമ്മൾ സ്കിന്നിൻ്റെ ഭാഗം താഴെ വരുന്ന രീതിയിലിട്ടിട്ട് എയർ ഫ്രയറിനകത്തോട്ട് 200 ഡിഗ്രി സെൽഷ്യസ്, ടൈമറൊന്നും വേണ്ട, 12 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആയിക്കോളൂ. അങ്ങനെ നമ്മുടെ ഏറെക്കുറെ എല്ലാ മീൽസും പ്രിപ്പയർ ചെയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഒറ്റ മീലും കൊണ്ട്, അത് നമ്മുടെ ഡിന്നറിന് കഴിക്കുന്ന സ്റ്റേക്കും സ്വീറ്റ് പൊട്ടറ്റോയുമാണ്. സ്റ്റേക്ക് ഞാൻ പ്രിപ്പ് ചെയ്യുന്നത് ആ സാൽമൺ തീരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 10 മിനിറ്റ്സും കൂടെ ഉണ്ട്. ആ ഒരു ടൈമിൽ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ എങ്ങനെ കുക്ക് ചെയ്യുമെന്ന് കാണിക്കാം. സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ നാട്ടിലെ പോലെ സ്റ്റീം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കൊരു സ്റ്റീമർ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്യുവാണ്. എങ്ങനെയാണോ ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. സ്വീറ്റ് പൊട്ടറ്റോയും 350 ഗ്രാം ആയിരുന്നു എന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്യട്ടെ. സ്വീറ്റ് പൊട്ടറ്റോ 500 ഗ്രാംസാണ്. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ മെഷർ ചെയ്യുന്നു. അത് 212 ഉണ്ട്. ഇത് ഇത്ര മുറിച്ചാലൊരു
ഒന്നും ആയില്ല. നാനൂറ്റി 43, 500. ഇത് 1/2 കിലോ ആയിട്ടുണ്ട്. സോറി, എന്നെയാണോ കാണിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ മുറിച്ച് നോക്കുമായിരുന്നു എത്ര ഗ്രാം ഉണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ മുറിച്ചെടുത്ത് വന്നപ്പം 1/2 കിലോ ഉണ്ട്. ഇതിനെ ഒന്ന് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത്, അതായത് പൊട്ടറ്റോ നമ്മൾ എങ്ങനെയാണോ അരിഞ്ഞത്, അതുപോലെ തന്നെ ഈ ഒരു സൈസില്ലേ, ഇതിനെ ഞാൻ വേണം ഒന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മളിങ്ങനെ സ്ലൈസായിട്ട് വേറെ പാത്രമൊന്നും വേണ്ട. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ഉപയോഗിച്ച അതേ പാത്രം തന്നെ മതി. അതിനകത്തോട്ട് നമ്മൾ ഇട്ടിട്ട് വീണ്ടും വെള്ളം, ഇത് നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ വെള്ളം ഇടുക. അത് കഴിഞ്ഞിട്ട് ടൈമർ വെക്കുന്നത്, നേരത്തെ നമ്മൾ 20 മിനിറ്റ്സ് അതിന് വെച്ചെങ്കിൽ ഇതിന് 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടും വെന്ത ഇളകിപ്പോവും. അപ്പം 15 മിനിറ്റ്സ് മതി ഇതിന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിയുണ്ട്, കടിക്കാൻ കിട്ടും, അങ്ങനത്തെ ഒരു രീതി കിട്ടും. വീണ്ടും മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം. റൈസിൻ്റെ പരിപാടി എന്നാളും കഴിഞ്ഞതല്ലേ, അപ്പുറത്തോട്ടിരിക്കുക. എന്നിട്ട് ഇതിവിടെ ഇരിക്കുക. ഹൈ ഫ്ലെയിം. ഇതിന് മൂടി. ഒരു 15 മിനിറ്റ്സ് ടൈമർ. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവക്കാഡോ ഞാൻ ഇടുന്നുണ്ട്. ഫൈനൽ മീലിനകത്ത് അവക്കാഡോയും ഉണ്ട്. അതുപോലെ തന്നെ ലഞ്ച് റൈസ് റെഡിയായി കഴിയുമ്പോഴത്തേക്കും റൈസിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചീര ജസ്റ്റ് ഇങ്ങനെ ചിക്കി പോലെ ഇടുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. ഫൈനലി ഉള്ളത് സ്റ്റേക്കും അവക്കാഡോയും സ്വീറ്റ് പൊട്ടറ്റോയും ആണ്. അവക്കാഡോ ഞാൻ ജസ്റ്റ് മുറിച്ച് അതിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് അങ്ങനെ തന്നെ കഴിക്കുകയാണ്. അതിൽ വേറെ സ്പെഷ്യൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളത് ഇത് ഞാൻ പ്രിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഇനി ഒന്നുകൂടെ സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് സ്റ്റേക്ക്, ഇതുപോലെ സ്റ്റേക്കിൻ്റെ പീസുകൾ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഇതുപോലെ തന്നെ വാഷ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഉപയോഗിച്ച സെയിം മസാല, അവിടെ ഇരിക്കുന്ന സെയിം സ്പൈസസ് തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് എയർ ഫ്രയറിൽ എത്രയോ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മേടിക്കുന്ന മോഡലിനനുസരിച്ച് ഓരോ എയർ ഫ്രയറിലും അവർ മെൻഷൻ ചെയ്യും. അതായത് എത്രയാണ് ടൈം വെക്കേണ്ടതെന്നുള്ളത്, സ്റ്റേക്കിന് എത്ര ടൈം, എത്ര ഡിഗ്രിയാണ്. ഇപ്പോൾ ഇപ്പോഴത്തേലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 6 to 15 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ 15 മിനിറ്റ്സ് തന്നെ വെക്കും. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ഇതുപോലെ തന്നെ മസാല എല്ലാം ഇട്ടിട്ട് 15 മിനിറ്റ്സ് വെക്കും. അപ്പോൾ അങ്ങനെ സ്റ്റേക്കും റെഡിയാകും. തൽക്കാലം സ്വീറ്റ് പൊട്ടറ്റോ അടച്ചില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഇനി ഓരോ മീലായിട്ട് ഞാൻ കഴിക്കട്ടെ, അത് ഞങ്ങൾ കാണിച്ചു തരാം. റൈസിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ടൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, എക്സ്ട്രാ വെള്ളമൊന്നുമില്ല അതിൽ. കറക്റ്റ് നോക്കണം, ഇതുണ്ടോ, കറക്റ്റ് റൈസ് മാത്രമേ ഉള്ളൂ, ഫ്ലഫി റൈസ് ഒള്ളി. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കിയിടും, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അടച്ച് വെച്ചേക്കും. എന്നിട്ട് ലഞ്ച് ടൈമിലാകുമ്പോഴത്തേക്കും ഞാനിത് കഴിക്കാനെടുക്കും. അന്നേരം എനിക്ക് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇത് വെള്ളം മിനിമം 4 ലിറ്റേഴ്സാണ് എനിക്ക് ഇട്ടേക്കുന്ന കണക്ക്. 4 to 5 ആണ് ഞാൻ കണക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അതായത് പൊട്ടറ്റോടെ കഴിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1/2 ലിറ്റർ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മീലിനുള്ള സമയമാണ്. രണ്ടാമത്തെ മീൽ നിങ്ങൾക്കറിയാമല്ലോ, ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയ്ക്കുള്ള ഷെയ്ക്ക്. ഈ ഷെയ്ക്ക് ഇപ്പോൾ നമ്മൾ കുടിച്ച് തീർക്കും. ആഹാ, ലഞ്ചിനുള്ള സമയമായി. നമ്മളെല്ലാം കുക്ക് ചെയ്ത് വെച്ചിരുന്നു, എക്സെപ്റ്റ് ഫോർ വൺ തിങ്, നമ്മുടെ ചീര ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ രാവിലെ മുട്ട പൊരിച്ച പാന് അതങ്ങ് തീ ഓണാക്കി വെക്കും.
അപ്പോൾ ഈ ചീര നമ്മൾ എടുക്കുന്നത് 100 ഗ്രാമാണ്. അപ്പോൾ അതാണ്ടേ ഈ കാണുന്നതെല്ലാം കൂടി 100 ഗ്രാം സ്പിനച്ച് ഉണ്ട്. ഇത് അൺവാഷ്ഡ് ആണ്. അൺവാഷ്ഡ് എന്ന് പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. എല്ലി പാത്രമൊക്കെ ഇവിടെ. ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കഴുകിയെടുക്കാൻ വേണ്ടി. എണ്ണയും അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് നേരെ ഇല മൊത്തം ഇതേപടി കുറച്ച് വെള്ളം ഇങ്ങനെ കളഞ്ഞ് അതേപടി അങ്ങനെ അതിനകത്തിടുക. നോക്കിക്കോണേ, ഇത് കണ്ടോ? ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ ചിലപ്പോൾ ഇതൊരു ഇത്രയുള്ള ഒരു പോർഷൻ സൈസായിട്ട് ചെറുതായിട്ട് വരും. അപ്പോൾ ഇതവിടെ അങ്ങനെ വേകട്ടെ. അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസ് ഓർക്കുന്നുണ്ടോ? ഇതേ റൈസ് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് റൈസിൽ നിന്ന് കുറച്ചെടുക്കാം. അപ്പോൾ ലഞ്ചിന് നമ്മുടെ റൈസ് എന്ന് പറയുന്നത് 400 ഗ്രാമാണ്. അപ്പോൾ 400 ഗ്രാം റൈസ് ആദ്യം ഇതിലോട്ടിടാം. ഓക്കെ, അത് 400 ഗ്രാം റൈസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ തിളപ്പിച്ച രീതിയിൽ റൈസ് ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എഴുതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കുറച്ചിങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ട്. പക്ഷേ അത് ഒരു സോഫ്റ്റ് ഫീലാണ് ഇപ്പോഴും. പക്ഷേ നാളെ ആകുമ്പോഴത്തേക്കും ചിലപ്പം തണുത്ത സ്ഥലങ്ങളിലൊക്കെ, നിങ്ങൾ തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, അത് ക്ലൈമറ്റ് തണുത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ഉറഞ്ഞു പോയെന്നിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ട്, നമ്മൾ മൈക്രോവേവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് വെതറിയിട്ടിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ മൈക്രോവേവ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 400 ഗ്രാം റൈസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുന്നുണ്ടോ, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ്, ഇത്രേ ഉള്ളൂ ചിക്കൻ ബ്രസ്റ്റ്. അത് 150 ഗ്രാം ആയിരുന്നു റോ വെയിറ്റ്. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഒലിവ് ഓയിൽ ഇടാനുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചിക്കനിൽ ഇട്ടിട്ടില്ല. ആക്ച്വലി ഞാനത് വിട്ടുപോയതാണ് ചിക്കനിലിടാൻ. ചിക്കനിൽ 5 ഗ്രാമും പിന്നെ റൈസിനകത്തോട്ട് 5 ഗ്രാം അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ 10 ഗ്രാമായിരുന്നു ആവശ്യം. ഹെൽത്തി ഫാറ്റ്സിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഹെൽത്തി ഫാറ്റ്സ് നമ്മളിങ്ങനെ അങ്ങ് ഒഴിച്ചിടും. 3 ഗ്രാം, 5, 6, 7, 8, 9, 10 ഗ്രാം ഒലിവ് ഓയിലായി. ഇനി ചീര. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലഞ്ചെന്ന് പറയുന്നത്. ഇതിനകത്ത് സ്പിനച്ച് ഉണ്ട്, റൈസ് ഉണ്ട്, സൈഡിൽ മറ്റേ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ മീൽസും നമ്മൾ കഴിച്ചിറക്കി. ഇനിയിപ്പോൾ ഉള്ള മിച്ചമുള്ളതെന്ന് പറയുന്നത് പ്രീ വർക്കൗട്ട് ഒരു മീലുണ്ടായിരുന്നതും ഡിന്നർ മാത്രമാണ്. പ്രീ വർക്കൗട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന റൈസ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. പ്രീ വർക്കൗട്ട് റൈസ് എത്രയായിരുന്നു ഞാൻ മറന്നുപോയി, ഒന്ന് നോക്കട്ടെ. കാരണം ഇനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് വെച്ചാൽ ഈ ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അധികം നാളായിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ച എങ്ങാണ്ടായെന്നുള്ളൂ. ഒരാഴ്ച പോലും തികച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ കറക്റ്റ് എത്രയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ബസ്മതി റൈസ് കുക്ക്ഡ് 300 ഗ്രാം റൈസ് ഇതിൽ നിന്ന് മെഷർ ചെയ്തെടുക്കും. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ ആദ്യം തന്നെ 300 ഗ്രാം റൈസ് മെഷർ ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ സാൽമൺ ഞാൻ അവിടെ നിന്ന് തുറന്നിട്ടില്ല. അപ്പം ഫ്രയർ തുറന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ സാൽമൺ റെഡിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ പ്രീ വർക്കൗട്ട് മീല്. അതുപോലെ തന്നെ ഞാൻ ഈ സാൽമൺ ഇൻക്ലൂഡ് ചെയ്തതിൽ വേറെ റീസണും കൂടെ ഉണ്ട്. ഒന്ന് ഒമേഗ 3 ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എനിക്കിടയ്ക്ക് ആസ്മ വന്നായിരുന്നു. അതിൽ ഒമേഗ 3 അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ടായിരിക്കണം ഒരു സൂത്ത്നെസ് നമുക്ക് തോന്നുന്നില്ല. സൂത്ത് തോടന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതായത് ഒരു മെനയുള്ള ഫീല് തോന്നുന്നു. ഇങ്ങനെ
കിച്ച് കിച്ച് തോന്നാത്തൊരു ഫീൽ. അപ്പോൾ അത് കഴിക്കാമെന്നേരം എനിക്കത് ബെറ്റർ ആകുന്നൊരു ഫീൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ സ്ഥിരം ഒരു നേരത്തേക്ക് പ്രീ വർക്കൗട്ട് മീലായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ 150 ഗ്രാംസ് എടുക്കുന്നുള്ളൂ, ചെറിയ എമൗണ്ടാണ്. അങ്ങനെ ചൂസ് ചെയ്തതിൻ്റെ വേറെ റീസൺ അതും കൂടെയാണ്. അപ്പോൾ നമുക്കിനി ഒറ്റ മീലും കൂടെ ഇന്നത്തേക്ക് കഴിക്കാനുള്ളൂ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഏറെക്കുറെ 1.5-2 മണിക്കൂർ, അതാണ് ഞാൻ ഗ്യാപ്പ് ഇടുന്നത്. ഏറെക്കുറെ 1.5-2 മണിക്കൂറാണ്. പ്രത്യേകിച്ച് നമ്മൾ തിരക്ക് പിടിച്ച ചില ദിവസം താമസിച്ച് എണീക്കുകയോ കഴിച്ച് തീർക്കാൻ ഒത്തിരി ഉണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിച്ച് തീർത്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി ഒറ്റ മീലും കൂടെ ഉള്ളൂ. അത് സ്വീറ്റ് പൊട്ടറ്റോയും സ്റ്റേക്കും കുറച്ച് അവക്കാഡോയും. ലാസ്റ്റ് മീൽ കഴിക്കാനുള്ള സമയമായി വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റേക്ക് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാം അതെങ്ങനെയാണ്. ഇതാ, എയർ ഫ്രയർ ഞാൻ നേരത്തെ പറഞ്ഞാൽ 15 മിനിറ്റാണ് വെച്ചേക്കുന്നത്. ഇതുണ്ടോ? അപ്പം ഇപ്പുറത്ത് നമ്മൾ രാവിലെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ട്, സ്റ്റേക്കും പിന്നെ കുറച്ച് അവക്കാഡോ, 60 ഗ്രാംസ് അവക്കാഡോ എടുക്കും. ഇനി ഈ ഒരു പോയിന്റിൽ ഞാനിവിടെ ഫോണിൽ ഇത് ഞാനെല്ലാം ഇനി എങ്ങനെ ട്രാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യാം, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. 2, 1. ഓക്കെ, ഇതിൽ റെക്കോർഡാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഞാനൊന്നും ഇവിടെ എൻ്റർ ചെയ്തിട്ടില്ല. 3500 കാലറി അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമ്മളപ്പോൾ കുക്ക് ചെയ്ത ഓരോ സാധനങ്ങളും നമുക്കിതിലിടാം. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാം കണ്ടല്ലോ, അപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു, റൈസ് എന്ന് പറയുന്നത് പൊട്ടാറ്റോസ് റോ നമ്മൾ 350 ഗ്രാമാണ് എടുത്തത്, പൊട്ടാറ്റോ റോ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കാണ്, ഞാനിപ്പോൾ പൊട്ടാറ്റോ എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ കുറേ എണ്ണം വന്നതിൽ രണ്ടാമത് കിടക്കുന്ന പൊട്ടാറ്റോ റോ കണ്ടോ, അതിൻ്റെ സൈഡിൽ ഒരു ബ്ലൂ ടിക്ക് മാർക്ക് കണ്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിനർത്ഥം ഇത് വെരിഫൈഡ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. പൊട്ടാറ്റോ റോ 350 ഗ്രാംസ്. പിന്നെ ഉള്ളത് നമ്മൾ ഇതിനോടത്തിൽ 4 മുട്ടയാണ് കഴിച്ചിരുന്നത്. അപ്പം എഗ്ഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സ്ഥിരം എൻ്റർ ചെയ്യുന്നത് രണ്ടാമത്തെ എഗ്ഗ്. ആ ഒരു പച്ച കളറിൽ ഇങ്ങനെ ടൈം കിടക്കുന്നുണ്ടോ, ഒരു റീ പോലെ. അപ്പം അതിനർത്ഥം അത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ളൊരു സാധനമാണെന്നാണ്. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്തിട്ട് 4 മുട്ടയാണ് കഴിച്ചത്, 4 ഇടും. ഡൺ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്രയായി? ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇത്ര കാലറീസായി, ഇത്ര കാർബായി, ഇത്ര പ്രോട്ടീനായി, ഇത്ര ഫാറ്റ്സായി. പിന്നെ നമുക്കുണ്ടായിരുന്നത് നമ്മുടെ ഷെയ്ക്കാണ്. അപ്പോൾ ഷെയ്ക്കിൻ്റെ നമ്മൾ ഇട്ടിരുന്നത് ഓട്സ് 60 ഗ്രാം, ഇതിവിടെ ഓൾറെഡി കിടപ്പുണ്ട്, 60 ഗ്രാം. വേ പ്രോട്ടീൻ 20 ഗ്രാംസ് ആയിരുന്നു ഇട്ടത്. ബനാന 150 ഗ്രാമിന് പകരം നമ്മൾ 180 ആയിരുന്നു ഇട്ടത്, 180 ഗ്രാം. പിന്നെ ഇത് ആൽമണ്ട് ബട്ടർ ഇവിടെ കിടപ്പുണ്ട്. ഇത് സെർച്ച് ചെയ്താൽ മതി. ഇത് ഞാൻ പണ്ട് ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടിരുന്നത് കൊണ്ട്, സെർച്ച് ചെയ്തിരുന്നതുകൊണ്ട് ഇവിടെ റീസെൻറ്റ് ബട്ടണിൽ വന്ന് കിടക്കുന്നതാണ്. 40 ഗ്രാം അതും. അപ്പം ഷെയ്ക്കിലെല്ലാം കൂടെ 715 കാലറീസ് ഇപ്പോൾ കാണുന്നത്. ഈ സ്നാക്കിൻ്റെ ഇവിടെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രീ വർക്കൗട്ടും ആഡ് ചെയ്യും. തൽക്കാലം നമുക്ക് ലഞ്ചിലോട്ട് പോകാം. ലഞ്ച് നമുക്ക് ബസ്മതി റൈസ് കുക്ക്ഡ് വെയിറ്റ് നമ്മൾ 400 ആയിരുന്നു എടുത്തിരുന്നത്. 400 ഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ബ്രസ്റ്റ് റോ ആയിരുന്നു. ചിക്കൻ ബ്രസ്റ്റ് റോ 150. ഡൺ. വെളി കണ്ടോ, ഫില്ലായി വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പ്രീ വർക്കൗട്ടായിട്ട് നമ്മൾ കഴിച്ചത് തന്നെ ബസ്മതി റൈസ് 300 ഗ്രാം കുക്ക്ഡ്, അതിൻ്റെ കൂട്ടത്തിൽ സാൽമൺ 150 ഗ്രാം റോ വെയിറ്റ്. റോ വെയിറ്റ് 150. പിന്നെ ഇപ്പോൾ നമ്മൾ ഡിന്നറിന് കഴിക്കാൻ പോകുന്ന സാധനം, ഇപ്പോൾ ഡിന്നറിന് അവിടെ കൊണ്ട് എൻ്റർ ചെയ്യുക. അതായത് സ്വീറ്റ് പൊട്ടറ്റോ റോ വെയിറ്റ് വരുന്നത് നമ്മൾ 500 ഗ്രാമാണ് എടുത്തത്, 500 ഗ്രാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റേക്ക്, അത് 3 തിൻ കട്ട് ബീഫ് സ്റ്റേക്ക് എന്നും പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ സ്ഥിരം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ടായിരിക്കും. അത് ഒരെണ്ണം 120 ഗ്രാമാണ്. അപ്പോൾ ഈ 120 ഗ്രാം ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യും, 120 ഗ്രാം. പിന്നെ ഇനി ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അവക്കാഡോ ഒരു 60 ഗ്രാം ഇടും, ഗ്രാം 60. ഡൺ. ഓക്കെ. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഇങ്ങനെ ചില ദിവസങ്ങളിൽ വരാം. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചതിൽ എന്തെങ്കിലും മിസ്സായി പോയി കാണും, ചെറുതായിട്ട് എന്തെങ്കിലും കുറഞ്ഞു പോയി. ഞാൻ എൻ്റർ ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒന്ന് ഒലീവ് ഓയിൽ. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ അകത്ത് ഒലീവ് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പം ഒലീവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒലീവ് ഓയിൽ 10 ഗ്രാം, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 കാലറീസ് റിമൈനിങ്. അതൊരു ചെറിയ ഡിഫറൻസാണ്. അത് നമുക്ക് എവിടെയെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ഓയിൽ ഒഴിച്ചതിലും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസത്തിൽ കയറിക്കോളും. ലെറ്റ്സ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കുറച്ചും കൂടെ വേണേൽ ഒരു 2 ഗ്രാം ഒലിവ് ഓയിൽ വല്ലതും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഇപ്പം ഞാൻ 2 ഗ്രാം എടുക്കുകയെന്ന് വിചാരിച്ചോ. 12 ഗ്രാം എന്ന് ഇടുകയാണെങ്കിൽ അത് ഫില്ലായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം കാർബ് ഓൾറെഡി ഫില്ലായി, പ്രോട്ടീൻ ഓൾറെഡി ഫില്ലായി. ഫാറ്റ്സ് 2 ഗ്രാമിൻ്റെ വ്യത്യാസമാണ്, കുഴപ്പമില്ല. 80 to 100 ഗ്രാം ആ റേഞ്ചിലാണ് ഞാൻ എപ്പോഴും നിർത്തിയേക്കുന്നത്. അതിന് താഴോട്ടും പോകരുത്, ഇതിന് മേളിലോട്ടും പോകരുത്. ഈ ഇട്ടേക്കുന്ന റേഞ്ചിന് മേളിലോട്ടും പോകരുത്, 80 ഗ്രാമിന് താഴോട്ടും പോകരുത്. അപ്പം ഹെൽത്തി റേഞ്ചിൽ നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ട്രാക്ക് ചെയ്ത് പോകുന്നത്. ഞാൻ നോർമലി അപ്പം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന സാധനമാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഇത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ സ്വൈപ്പ് ചെയ്താൽ ഇന്നലെ ഞാൻ 711 കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിന് മുന്നത്തെ ദിവസമുണ്ട് 67 റിമൈനിങ് അല്ല, അത് ഫിനിഷ് ആയിരുന്നു. 5 ഓവർ. ഇങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ പോകാം. പിന്നെ നാളത്തേതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തുറക്കുവാണെങ്കിൽ നമുക്ക് എന്നാ വേണ്ടത്, ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു സാധനം ഇപ്പോൾ എന്നാ ഉള്ളത്, ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനമുണ്ടോ, ഒരു മിനിറ്റ്. അതായത് ഇതിപ്പോൾ ഈ സാധനം കണ്ടോ, ചോക്കോ റൈസ് എന്നും പറഞ്ഞ് കോൺഫ്ലെക്സ് ഒക്കെ പോലെ തന്നെ സാധനമാണ്. ഇപ്പോൾ നമുക്ക് ഇതിന് മുകളിലൊരു ബാർകോഡ് സ്കാനറുണ്ട്. ആ സ്കാനർ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, സാധനങ്ങളിങ്ങനെ എൻ്ററായി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ടിന്യൂറ്റിയിലാണ് കാര്യം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ സ്വീറ്റ് പൊട്ടറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഒത്തിരി സ്വീറ്റ് പൊട്ടറ്റോസ് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആദ്യം നോക്കേണ്ടത് ബ്ലൂ ടിക്കുള്ള ഇതിലുണ്ടോയെന്നാണ്. ബ്ലൂ ടിക്കുള്ള ആദ്യത്തെ കിടക്കുന്നു സ്വീറ്റ് പൊട്ടറ്റോ റോയ. ഇനി ബ്ലൂ ടിക്കുള്ളത് കണ്ടില്ലെങ്കിൽ ഒരെണ്ണം നിങ്ങൾ തന്നെ അങ്ങ് ചൂസ് ചെയ്യുക. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക, സ്വീറ്റ് പൊട്ടറ്റോ റോ ഇത്ര ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എത്ര കാലറീസ് വരും, എത്ര കാർബ് കാണും അതിൽ. അപ്പം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് മാച്ച് ആകുന്ന ഏതാണ് അതെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ച കളറിൽ ഇങ്ങനെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തൊരു മെട്രിക്സ് ആണെന്ന് കാണിക്കും. എന്നിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ട്രാക്കിങ്ങിനെ പറ്റി ഭയങ്കര സിമ്പിളാണ്. ട്രാക്കിംഗ് ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ട്രാക്കിംഗ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം.